ദീപക് എസ് ടി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ലക്ഷ്യയുടെ കറണ്ട് അഫയേഴ്സ് ബുക്കാണ്. 2022 ജാനുവരി മുതൽ 2023 ഓഗസ്റ്റ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് അടങ്ങിയിരിക്കുന്ന ബുക്കാണ്. ഇതിൻ്റെ ഇനി ന്യൂ എഡിഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് 2024 വരുമെന്നാണ്. സോ ഇതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ ചാനൽ പുതുതായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുക, അത്രേ ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലത്തെ ബുക്സിൻ്റെ റിവ്യൂസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ ഖാദി ബോർഡ് LDയും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറും. സോ ഖാദി ബോർഡ് LD ഓൾറെഡി കഴിഞ്ഞു ആൻഡ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നാളെ മറ്റന്നാളോ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ബുക്ക് ഇപ്പോഴാണ് മേടിച്ചത്. എന്തായാലും കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്കല്ലേ, നമുക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇത് ലക്ഷ്യയുടെ കറണ്ട് അഫയേഴ്സ് ബുക്കാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത കറണ്ട് അഫയേഴ്സ് ബുക്ക് അടുത്ത വർഷം വരും. ലക്ഷ്യയുടെ എന്ന് വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഒരു 2024 ജൂണിലൊക്കെ അതിന് മുന്നേ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ ഈ കറണ്ട് അഫയേഴ്സ് ബുക്കും നമുക്ക് യൂസ്ഫുൾ ആണ്. കാരണം 2022 ജാനുവരി മുതൽ 2023 ഓഗസ്റ്റ് വരെയാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബുക്കിൻ്റെ ഇൻഡെക്സ് പേജിലെത്തി. അപ്പോൾ ഈ ഇൻഡെക്സിൽ ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം കല സാംസ്കാരികമാണ്, ഓസ്കാർ അവാർഡ്, അങ്ങനത്തെ കലയും മറ്റ് ബന്ധപ്പെട്ടുള്ള അവാർഡ്സ് മൊത്തം എഴുതിയിട്ടുണ്ട്. പിന്നെ മോർ ന്യൂസ്, പിന്നെ വരുന്നത് സാഹിത്യം, ദെൻ കായികം വരുന്നുണ്ട്, കായികം റിലേറ്റഡ്, പിന്നെ മോർ ന്യൂസ്, എല്ലാം മോർ ന്യൂസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതികം, ഭരണരംഗത്ത് ഉള്ള കറണ്ട് അഫയേഴ്സ്, സാമ്പത്തിക ശാസ്ത്രം, പിന്നെ ഭൂമിശാസ്ത്രം. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ട് ഇവർ കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നല്ല ഓർഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ആൻഡ് ഇതിൽ കണ്ടോ, ആദ്യം 2022 കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ മാസം വെച്ച് പോകുന്നു. ഓക്കെ, അത് മാത്രമല്ല ടോപ്പിക് വൈസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഫിലിം ഫെസ്റ്റിവലിലാണെങ്കിൽ 2022 ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ പത്മ അവാർഡ്സ് 2023 കണ്ടോ, 2022 2023 2022 എന്ന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓരോ തരം അവാർഡുകളും, സിനിമ, പിന്നെ കായിക മികവുകൾ, പിന്നെ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ചാമ്പ്യൻസ് ആരായിരുന്നു? ഇന്ത്യ ആയിരുന്നു. ഓക്കെ, പിന്നെ ഈ ക്രിക്കറ്റ് റിലേറ്റഡ്, സ്പോർട്സ് റിലേറ്റഡ്, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, ഓരോ തരം കപ്പുകളും ട്രോഫികളും അതിൻ്റെ വിന്നേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉള്ള മികവുകൾ, സ്പേസ്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കറണ്ട് അഫയേഴ്സ് ബുക്കാണ്. ഓക്കെ, പിന്നെ സാമ്പത്തിക രംഗത്തുള്ള ഇന്ത്യയുടെ മികവുകൾ. സോ കണ്ടോ, അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഉള്ള ബുക്കാണ്. എല്ലാം കൂടെ 464 പേജ് വരും. സോ അത്യാവശ്യത്തിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ബുക്കിനാണ്. പിന്നെ പിക്ചേഴ്സ് ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ആവശ്യമുള്ള ഏരിയസിലൊക്കെ ഓരോ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയാണ് പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ കറണ്ട് അഫയേഴ്സ് മാത്രം കണ്ട വെറും ബോറാണ്. സോ അതുകൊണ്ടാണ് പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് സെക്ഷനിലൊന്ന് മെൻഷൻ ചെയ്യുക. ഇതുപോലെ ബുക്ക് മേടിച്ചിട്ടാണോ പഠിക്കുന്നത്, അതോ വേറെ ഏതെങ്കിലും സോഴ്സസ് ആണോ എന്ന് പറയുക. ഓക്കെ, സോ ഈ ബുക്കിൻ്റെ കോസ്റ്റും കൂടെ പറഞ്ഞേക്കാം. എൻ്റെ ആമസോൺ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. 250 റുപ്പീസാണ് എൻ്റെ കോസ്റ്റ്. കടയിൽ ചെന്നാലും 250 ആവും, ചിലപ്പോൾ ഒരു 10% ഓഫ് കിട്ടും. ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇത് ആവശ്യമുള്ളവർ മാത്രം മേടിക്കുക. എല്ലാവർക്കും ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ആവശ്യമുള്ളവർ മേടിക്കുക. നല്ല ബുക്ക് തന്നെയാണ്, നല്ല പേജ് ക്വാളിറ്റി. പക്ഷേ ബുക്കിൽ കണ്ടൻറ്റ് കൂടുതലാണ്. ഒരു 500 പേജിന് അടുപ്പിച്ചുണ്ട്, 464 പേജിന് അടുപ്പിച്ചുണ്ട്. കണ്ടൻറ്റ് കുറേ ഉണ്ട്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഈ ബുക്ക് യൂസ്ഫുൾ ബുക്ക് തന്നെയാണ്, ഓഫ് കോഴ്സ് യൂസ്ഫുൾ ബുക്കാണ്. സോ ഈ ബുക്ക് ആവശ്യമുള്ളവരെല്ലാം മേടിക്കുക. ഈ റിവ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, യൂസ്ഫുൾ ആയെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം ദീപക് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.